പാപികളെ വരുവീൻ യാചിപ്പീൻ മുട്ടും നോർക്കു തുറന്നിടുമേ നാഥൻ തൻവാതിൽ യാചിക്കുന്നോൻ പ്രാപിക്കും അന്വേഷിപ്പോൻ കൈ. ഒരു നിമിഷം തലകളെ ദൈവസന്നിധിയിൽ നമിക്കാം. സ്വർഗീയ പിതാവേ, നിൻ്റെ ആലയത്തിലേക്ക് ഇന്ന് വരുവാൻ അവിടുന്ന് മനോഹരമായി ഞങ്ങൾക്കൊരവസരം നൽകി. ഞങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ സന്നിധിയിൽ വന്ന് ധ്യാനപൂർവ്വം ഇരിക്കുന്നു. പരിശുദ്ധനായ പരിമളമാ ഗ്രിഗോറിയോസിൻ്റെ മധ്യസ്ഥതയും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠ വിശുദ്ധിയും ഉൾക്കൊള്ളുന്ന ഈ ആലയത്തിൻ്റെ ഉള്ളിൽ അങ്ങയുടെ മനോഹരമായ ദൈവിക വചനങ്ങളെ കേൾക്കുവാനുള്ള വാഞ്ചയോട് ആഗ്രഹത്തോട് നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്നുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിലെ പ്രാർത്ഥനകളോട് ഈ ആലയ സന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെ നീ വാഴ്ത്തണമേ. ഈ ആലയത്തെയും ഇതിൽ നിൽക്കുന്ന മക്കളെയും വിശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ദേവാലയ കൂദാശയിലെ പ്രാർത്ഥനകൾ ഓർക്കുന്നു. ഈ മക്കളെ നീ വാഴ്ത്തണമേ. അവരുടെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങളും ഭാരങ്ങളും അറിയണമേ. ഈ മക്കളോട് സംസാരിക്കാനുള്ള ദൈവവചനത്തെ ബലഹീനനായ ഇടേണ്ട നാവിന് നൽകണമേ. സ്വർഗീയ നന്മകൾ നൽകണമേ. വിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ കൃപകൾ ആവോളം അനുഭവിക്കുവാനും നാഥാ നീ ശക്തീകരിക്കുക. വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുക. നിൻ്റെ നാമമഹത്വത്തിലൂടെ കൊണ്ടുപോകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ഏറ്റവും വന്യരായ പരിമല സെമിനാരിയുടെ മാനേജറായിരിക്കുന്ന എൽദോ അച്ഛന്, സ്നേഹിതൻ കൂടിയായ മാത്തുക്കുട്ടി അച്ഛന്, ജെറിൻ അച്ഛൻ, കർത്താവിൽ ദൈവവചനം ശ്രവിക്കുവാൻ ദേവാലയ അങ്കണത്തിലിരിക്കുന്നവരും വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ദൈവവചനത്തെ ശ്രവിക്കുന്നവരുമായ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ആമുഖവാക്കുകളൊന്നും കൂടാതെ തന്നെ എൻ്റെ ചിന്തയിലേക്ക് പ്രവേശിക്കുക. 3 ദിവസങ്ങൾക്ക് ശേഷം 3 നോമ്പാണെന്നറിയാം. എങ്കിലും 3 നോമ്പിൽ 3 ദിവസത്തെ ധ്യാനമുള്ളപ്പോൾ ആ ഒരു വചനത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കേണ്ട എന്ന് എൻ്റെ മനസ്സെന്നോട് പറയുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പകരം ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 2 വാക്യങ്ങൾ എന്നെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. വായനയിൽ എനിക്കിഷ്ടപ്പെട്ട 2 വാക്കുകൾ. അതിലൊന്ന് നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്നതും, രണ്ടാമത്തെ വാക്യം ദൈവം നമ്മെ സഹായിച്ച കൃപകളെക്കുറിച്ചാണ്. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പ്രസവിച്ച ഒരു പെൺകുട്ടി, ആ മകനൊരു പേരിടുന്നു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ മകന് ഈഖോബോദ് എന്ന പേരിട്ടു. ഈ വാക്ക് വളരെ അർത്ഥവത്തായി എനിക്ക് തോന്നി. അതിനകത്ത് സാഹചര്യം ഇത്രയേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ മരുപ്രയാണ യാത്രയിൽ യഹോവയായ ദൈവം ഇസ്രായേലിന് കൊടുത്തിരുന്നതാണ് ഒരു നിയമപ്പെട്ടകം, ആർക്ക് ഓഫ് ദ കവനന്റ്. ആർക്ക് ഓഫ് ദ കവനന്റ് കൊടുത്തപ്പോൾ യഹോവ അദൃശ്യനാണ്, ദൃശ്യമായി അവർക്ക് അനുഭവപ്പെടാൻ ഒരു പെട്ടകത്തെ നൽകി. അത് അക്വേഷ്യ, ഒരു ഖദിരമരം കൊണ്ടുണ്ടാക്കിയതാണ്. അതിനകത്ത് നിങ്ങൾക്കറിയാം, മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹറോൻ്റെ തളിർത്ത വടിയും, അത് 10 കൽപ്പലകളുടെ അടങ്ങിയ 2 കൽപ്പലകളും അതിനകത്തുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ യഹോവയെ പോലെ തന്നെ അവൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് ഈ നിയമപ്പെട്ടകം. ഫെലിസ്ത്യരുമായൊരു യുദ്ധം നടക്കുന്നു. യുദ്ധം നടന്നപ്പോൾ ഈ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി. ഈ വിവരം വന്ന് അന്നത്തെ പ്രവാചകനായ ഏലി പ്രായാധിക്യത്തിലിരിക്കുക. അവൻ്റെ അടുക്കൽ വന്നിട്ട്
ഒരു മനുഷ്യൻ പറഞ്ഞു, നീ എന്താടാ ഓടി വന്നത്? അവൻ പറഞ്ഞു, ഒരു വലിയ സംഭവം ഉണ്ടായി. യുദ്ധത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവച്ച പെട്ടകം നഷ്ടപ്പെട്ടു. രണ്ടാമത് പറയുന്നു, നിന്റെ മകനായ ഫിനഹാസ് മരിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഏലി പെട്ടകം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പുറകോട്ട് വീണും മരിച്ചു. അവൻ രണ്ടാമത് കേൾക്കുന്നത് തൻ്റെ മകൻ്റെ വേർപാടിനെ കുറിച്ചു. ആ സന്ദർഭത്തിൽ ഫിനഹാസിൻ്റെ ഭാര്യ പ്രസവ വേദനയോടിരിക്കുന്നവൾ നൊന്തെളുപ്പത്തിൽ പ്രസവിച്ചു. ആ സമയത്ത് ആ പെൺകുട്ടി പറയുന്ന വാക്കാണ്, കുഞ്ഞ് ജനിച്ചപ്പോൾ കുട്ടിക്ക് എന്ത് പേരിടണം? കുട്ടിയുടെ പേരാണ് മഹത്വം. ഇസ്രായേലിൽ നിന്ന് പോയി പെട്ടകം പോയി, ഏലി പ്രവാചകൻ പോയി, തൻ്റെ ഭർത്താവും നഷ്ടപ്പെട്ടു, അതുകൊണ്ടൊരു പേരിട്ടു മഹത്വം. ഇസ്രായേലിൽ നിന്ന് പോയി, അതുകൊണ്ടൊരു പേരിട്ടു. അവൻ്റെ പേരാണ് ഇഖോബോദ്. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ വാക്യവും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. 1 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ജനം അനുതപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം തന്നെ ആ പെട്ടകത്തെ മടക്കി ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. ഏറിയ സ്ഥലങ്ങൾ ഫെലിസ്തർ പിടിച്ചുകൊണ്ടുപോയി. ദൈവം ഇടിമുഴക്കമുണ്ടാക്കി എല്ലാ സ്ഥലങ്ങളും നഷ്ടപ്പെട്ടവ തിരിച്ചു നൽകി. ദൈവം തന്നെ പ്രവർത്തിച്ചു. പെട്ടകം ഇസ്രായേലിൽ വന്നു. വലിയ വിജയങ്ങൾ ഉണ്ടായി എന്ന് ശമൂവേൽ പ്രവാചകൻ മനസ്സിലാക്കി. ശമൂവേൽ ഒരു കല്ലെടുത്ത് വെച്ചു. അദ്ദേഹം മിസ്പയ്ക്കും ഗേഹിനും മധ്യേ ഒരു കല്ല് നാട്ടി ഒരു വാക്ക് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ല് നാട്ടിയെടുത്ത് അദ്ദേഹം ഒരു പേര് കൊടുത്തു. ആ പേരാണ് എബനേസർ. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഇത് ആദ്യ ഭാഗം എന്നെ ഇഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത്, നമ്മുടെയൊക്കെ ജീവിതത്തിലും മഹത്വം നഷ്ടപ്പെടുന്ന അവസരങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ പ്രായങ്ങൾ, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ശൂന്യത, ഒരുപക്ഷെ മക്കളുടെ രോഗങ്ങൾ, ജീവിതത്തിൽ മക്കളെക്കുറിച്ചുള്ള നിരാശകൾ, ഇതെല്ലാം നമുക്ക് തോന്നുന്ന ഒരു തോന്നലുണ്ട്, മഹത്വം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. എന്നാൽ നഷ്ടപ്പെടുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ വീണ്ടും ക്രിസ്തുവിനോടും ദൈവത്തോടും ചേർത്ത് പിടിക്കുമ്പോൾ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുന്നു. ദൈവം നമുക്ക് മധ്യേ പ്രവർത്തിക്കുന്നു. നമ്മളല്ല പ്രവർത്തിക്കുന്നത്, ദൈവം നമുക്ക് മധ്യേ പ്രവർത്തിക്കുന്നുണ്ട്. ശമൂവേൽ അവിടെ വെച്ച് വാക്ക് പറഞ്ഞു, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ 4, 5, 6, 7 അധ്യായങ്ങൾ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം പറയുന്നതിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞേക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ചിന്തയിലേക്ക് പ്രവേശിക്കാം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 4, 5, 6, 7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരുമായ ഒരു യുദ്ധത്തിന് പോവുകയാണ്. ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരുമായ യുദ്ധത്തിൽ തോറ്റുപോകുന്നു. അവർ ഒരു കാര്യം ചിന്തിച്ചു. ഏലിയുടെ മക്കളായ ഒഫ്നിയും ഫിനഹാസും തീരുമാനിച്ചു, ദൈവത്തിൻ്റെ പെട്ടകമായ ഈ ആർക്ക് ഓഫ് ദ കവനന്റ് നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് പാളയമധ്യത്തിൽ വന്ന് നിൽക്കാം. അങ്ങനെ പാളയമധ്യത്തിൽ വന്ന് കൊണ്ടുവച്ചിട്ട് വലിയ ആരവങ്ങൾ അവർ ഉയർത്തി. ഞങ്ങൾ വിജയിക്കുമെന്ന തീരുമാനത്തോടു കൂടി ദൈവം ഞങ്ങളുടെ ഇടയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പെട്ടകത്തിൻ്റെ ആഘോഷങ്ങൾ അവർ നടത്തി. കാര്യമെല്ലാം ശരിയാണ്. ഫെലിസ്ത്യർ ആദ്യം ഒന്ന് പേടിച്ചോടാ, ഇനി യുദ്ധത്തിന് പോയാൽ വലിയ ദൈവം അവരുടെ ഇടയിൽ വന്നു, മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ദൈവമാണ്, അവർക്ക് ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇനി യുദ്ധത്തിന് പോയാൽ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് ഫെലിസ്ത്യർ ഭയപ്പെട്ടെങ്കിലും അവർ ധൈര്യം കൊണ്ട് വീണ്ടും യുദ്ധത്തിന് വന്നു. പ്രശ്നം വീണ്ടും വഷളായി. ഇസ്രായേൽ തോറ്റു. അവർ പെട്ടകം പിടിച്ചുകൊണ്ട് ഫെലിസ്ത്യ ദേശത്തേക്ക് പോയി. അവർ ഫെലിസ്ത്യ ദേശത്തേക്ക് പെട്ടകം പിടിച്ചുകൊണ്ടുപോയി. പെട്ടകം ഇസ്രായേലിൽ നിന്ന് പോയി കഴിഞ്ഞു. അവർ ചെന്ന് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചു. പ്രഭാതമായപ്പോൾ പൂജാരികളൊക്കെ വന്ന് ദേവൻ്റെ പെട്ടകത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ദേവൻ തലകീഴായി ഒടിഞ്ഞു കിടക്കുക. തല പോയി കിടക്കുന്നു, കൈ പോയി കിടക്കുന്നു. ഒരു പ്രശ്നം. തിരിച്ചവർ മടക്കി വെച്ചു. അടുത്ത ദിവസവും അവർ പ്രാർത്ഥനയ്ക്ക് പ്രഭാതത്തിൽ വന്നപ്പോൾ വീണ്ടും ദാഗോന്റെ ഉടല് താഴെ കിടക്കുക.
അപ്പോൾ അവർക്ക് മനസ്സിൽ ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്. പന്തികേട് എന്താ? ഈ കൊണ്ടുവന്നിരിക്കുന്ന നിയമപെട്ടകം അതിൻ്റെ ശക്തി പുറപ്പെടുവിക്കുന്നുണ്ട്. യഹോവയുടെ ശക്തി ഇതിനകത്തുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് തോന്നി. എങ്കിലും അവരങ്ങോട്ട് വിശ്വസിച്ചില്ല. കാരണം ഇസ്രായേൽ വെച്ച് തോറ്റുപോയ പെട്ടകവാ. ഇവിടെ വന്നപ്പോൾ എന്താ കഴിവ്? ഇവർക്കൊരു സംശയം, ഇത് യാദൃശികമായി സംഭവിച്ചതാണോ, ആ പെട്ടകത്തിലുള്ള ദൈവത്തിൻ്റെ ശക്തിയാണോ അതിൽ പ്രവർത്തിക്കുന്നതൊരു സംശയം. അവർ വിചാരിച്ച് ഈ പെട്ടകത്തെ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി 5-6 സ്ഥലങ്ങൾ, അസ്തോദ്, ഗസെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അതിനേക്കാൾ പ്രശ്നം അവർക്കെല്ലാം മൂലരോഗങ്ങൾ പിടിക്കുന്നു, അസുഖം. അപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടൽ ഈ ദേശത്ത് നടക്കുന്നു. പ്രയാസമായി. അവർ തീരുമാനിച്ചു, എന്ത് ചെയ്യണം? മടക്കി വിടാം. ഇത് നേരെ ഇസ്രായേലിലേക്ക് പോവുകയാണെങ്കിൽ ഈ പെട്ടകത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിക്കും. മറിച്ച് ഈ പെട്ടകം വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇടപെടലല്ല എന്ന് വിശ്വസിക്കാം. അവർ കാളകളെയൊക്കെ വെച്ച് ഒരു വലിയ ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇതെല്ലാം എടുത്തു വെച്ച് നിയമപെട്ടകം തിരിച്ചു വിട്ടു. ഈ കാളകൾ നേരെ നടന്നെങ്ങോട്ട് പോയി? ഇസ്രായേൽ ദേശത്തേക്ക് പോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി നിയമപെട്ടകത്തിൻ്റെ ഉടയവനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക. അങ്ങനെ യഹോവയാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി. ഇസ്രായേൽ ദേശത്തേക്ക് ഈ പെട്ടകം എത്തിച്ചേർന്നു. പെട്ടകം എത്തിച്ചേർന്നപ്പോൾ ആരവാരങ്ങളുണ്ടായി. പക്ഷേ ആരവാരത്തിൽ ഒത്തിരി പേര് ചാടി പിടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിടിച്ച ഒത്തിരി പേർ മരിച്ചുപോയി. വീണ്ടും പെട്ടകം തൻ്റെ ശക്തിയെ കാണിക്കുവാൻ തുടങ്ങി. അവസാനം ശമൂവേൽ പ്രവാചകനോട് ജനം പറയുന്ന ഒരു വാക്കാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നത്. ശമൂവേലേ, നീ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഞങ്ങൾ യുദ്ധം ചെയ്യാം. നീ പ്രാർത്ഥന നിർത്തരുത്. പരിമൽ തിരുമേനിയുടെയൊക്കെ വന്ന് നമ്മൾ പറയുന്നത് ഇതിന്, പിതാവേ നീ എൻ്റെ പ്രാർത്ഥന നിർത്തരുത്. നീ പ്രാർത്ഥനാപൂർവം ഇരുന്നാൽ ദൈവത്തിൻ്റെ വലിയ ശക്തികൾ നമ്മുടെ ഇടയിൽ നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളെല്ലാം പ്രാർത്ഥിക്കണമെന്ന് പറയും. പ്രാർത്ഥന എന്നും തുടരണമെന്നുള്ള ആ വലിയൊരു വീര്യം, അതിൻ്റെതായ ആഴം നമുക്ക് വരണം. പ്രാർത്ഥന ഒരിക്കലും അവർ അന്ന് മനസ്സിലാക്കി. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഭവം, ആരാധനയുടെ അനുഭവം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട്. ഇന്ന് ശമൂവേലിനോട് പറയുകയാണ്, ശമൂവേൽ പ്രവാചകൻ ഇപ്പോൾ നിയമപെട്ടകത്തെ വിജയിക്കാൻ വേണ്ടി എവിടെ കൊണ്ടുവച്ചു? പാളയമധ്യത്തിൽ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് നോക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ പരിമലമാർ ഗ്രിഗോറിയോസിനെ, വിശുദ്ധന്മാരെയൊക്കെ നമ്മളെങ്ങനെയാണ് കാണുന്നത്? എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നൽകണം. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ നിയമപെട്ടകമാണ് ഈ വിശുദ്ധന്മാർ. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം വെക്കുന്നു, നിങ്ങൾ വിശുദ്ധീകരിച്ചിട്ടാണോ ഈ നിയമപെട്ടകത്തോട് അടുക്കുന്നത്? ഈ വേദഭാഗം നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്തുള്ളൂ? ഇസ്രായേലെ, നിങ്ങൾ വിശുദ്ധീകരിച്ചിട്ട് വേണം പെട്ടകത്തെ എവിടെ വെക്കാൻ. നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കോളാം, പക്ഷെ നീ ഒന്ന് പ്രവർത്തിച്ചോളും, ഒന്നും നടക്കില്ല. ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിച്ചിട്ട് വേണം ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ സന്നിധിയിൽ വരാനും ദൈവസന്നിധിയിൽ വന്ന ആരാധനകളിൽ നിൽക്കുവാനും. ഇവിടെ നിയമപെട്ടകം ദൈവം പ്രവർത്തിച്ചു കൊള്ളട്ടെ, അവൻ്റെ ആവശ്യമല്ല എന്നെ നോക്കേണ്ടത്. അത് കൊള്ളാം. ഇതാണ് നമ്മുടെയൊക്കെ നിലപാട്. നിയമപെട്ടകം വെച്ചാൽ ദൈവത്തിനൊരു പ്രശ്നമുണ്ട്. എടാ പെട്ടകം പോകുമല്ലോ എന്ന് വെച്ചാൽ ആര് പ്രവർത്തിക്കുമെന്നാ? ഇതിനാ നമ്മളും ചിലപ്പോഴൊക്കെ പരിമൽ തിരുമേനി എന്തായാലും വിശുദ്ധന, എന്നാൽ പിന്നെ എനിക്കും അതിൻ്റെ കൂട്ടത്തിൽ നടക്കില്ല. ഇത് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട ഒരു വേദഭാഗമായിട്ടാണ് എനിക്കിത് വായിച്ചത്. ഉണ്ട്, നിയമപെട്ടകം നിങ്ങളുടെ ഇടയിലുണ്ട്, സമ്മതിച്ചു. പക്ഷേ നിയമപെട്ടകത്തെ സംരക്ഷിക്കേണ്ട ചുമതല ദൈവത്തിൻ്റെതല്ല. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നിയമപെട്ടകം കൊണ്ടുവരാതെ തന്നെ ദൈവം, ഞാനും നിങ്ങളും ഒരു പുതിയ തീരുമാനത്തിലേക്കുള്ള യാത്രയാണ്. ഈ മധ്യാഹ്ന സമയം അതിനു വേണ്ടിയുള്ളതാ. ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ എന്നെ വിശുദ്ധീകരിച്ചിട്ടാണോ ഈ ദേവാലയാങ്കണത്തിൽ ഇരിക്കുന്നത്? നാളെ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ 3 നോമ്പാ. നമ്മളെ വിശുദ്ധീകരിച്ചതിന് ശേഷമാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ട് 3 നോമ്പ് എന്തിനാ?
3 നോയമ്പ് എത്രയേ ഉള്ളൂ? സഭയുടെ വിവിധ നോയമ്പുകൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുണ്ട്. 3 നോയമ്പ് എന്തിനാന്ന് ചോദിച്ചാൽ, അനുസരണമില്ലാത്ത യോന 3 ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു, അനുസരണം ഉണ്ടായി ഇല്ലേ? അതുകൊണ്ട് ആ അനുസരണം ഉണ്ടായവൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ട് 3 നോയമ്പ് എന്തിനാന്ന് വെച്ചാൽ, അനുസരണം നഷ്ടപ്പെട്ടു പോയി നിനിമയുടെ പ്രശ്നമല്ല, ആണോ? അതായത് അനുസരണം നഷ്ടപ്പെട്ടു പോയ യോന അനുസരണത്തിലേക്ക് മടങ്ങി വരാൻ 3 ദിവസം എടുത്തു മത്സ്യത്തിൻ്റെ വയറ്റിൽ. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് 3-ാമത്തെ ദിവസം അവൻ അനുസരണമുള്ളവനായി പുറത്തു വന്ന് നിനിവാദേശത്തെ പ്രസംഗിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു? അല്ലേ അവന് 40 ദിവസം പ്രസംഗിണ്ടായോ? 40 ദിവസത്തിനകം നിനിവ നശിക്കുമെന്നല്ലേ പറഞ്ഞത്? ദൈവം അതിനൊക്കെ മുമ്പ് തന്നെ അവരെ രക്ഷപ്പെടുത്തി. കാരണം അവരുടെ അനുതാപം സത്യമാണെന്ന് തോന്നി. ഇതാണ് യോന ഇങ്ങനെ കാത്തിരുന്നു. 40 ദിവസം ഇത് പോവല്ലോ. അപ്പോൾ ആ ദൈവം പറയുന്നു, ഇല്ലടാ അവർ നന്നായി. അപ്പം യോനയ്ക്ക് പ്രശ്നമായി. ഉണ്ട് 40 ദിവസത്തിനകത്ത് യോന പറഞ്ഞിരുന്നത് നിനിവ നശിക്കുമെങ്കിൽ അതിനു മുമ്പ് തന്നെ അനുതാപത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും ആര് മാറി? നിനിവ ജനത മാറിയപ്പോൾ. അതുകൊണ്ടാണ് യോന ദൈവത്തോട് തർക്കിച്ചോ, നീ എന്താ പരിപാടിയാടാ കാണിക്കുന്നത്? ഞാൻ വലിയ കാര്യമൊക്കെ ഇവിടെ ഒന്ന് പ്രസംഗിച്ചു ഇപ്പം 2-ാമത്തെ ദിവസമായപ്പം നീ അവരെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് നിനിവാക്കാർ 40 ദിവസം ഒന്നും ഉപയോഗിച്ചില്ല. 2-3 ദിവസം അവർ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ദൈവം അവരുടെ മേൽ വെച്ചിരുന്ന ന്യായവിധിയെ മാറ്റി. ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ യോനാ മോന് പ്രയാസമായത്. അത് നടക്കില്ല, ഞാൻ പറഞ്ഞു നടക്കണം. ദൈവം ചോദിക്കട്ടെ, എൻ്റെ മനസ്സാടാ നിനക്ക് ഉണ്ടാകേണ്ടത്. നമുക്കെല്ലാം നമ്മുടെ മനുഷ്യ മനസ്സുകളാ. ഞാൻ പ്രവാചകനായി പറഞ്ഞത് നടക്കണം. അവിടെ പറഞ്ഞു, യോനായി നടക്കില്ല, നീ ഞാനാവുക. ഞാൻ നിന്നെ വിളിച്ചത് ഞാനായി നിന്റെ ഇടയിൽ പ്രവർത്തിക്കാനാണ്, നീ അത് നഷ്ടപ്പെടുത്തി. ഒന്ന് ഓർക്കുക. അതുകൊണ്ട് യോനയുടെ ലോകത്തിലും ഈ ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത് ഒരു വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ 3 നോമ്പിൻ്റെ യാത്രകളല്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ് മറക്കരുത്, നമ്മളൊന്ന് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ് നോമ്പുകൾ. അതുകൊണ്ട് പിതാക്കന്മാരൊരു 3 ദിവസം വെച്ചത്. അതുകൊണ്ട് ഞാൻ ഇവിടെയും പറയുന്നത്, യഹോവയുടെ പെട്ടകം നഷ്ടപ്പെട്ടപ്പോൾ അവർ ചിന്തിക്കുകയാണ്, പാളയത്തിൽ പെട്ടകം കൊണ്ടുവെക്കാം. അപ്പോൾ ആര് പ്രവർത്തിക്കും? ദൈവം പറഞ്ഞു, ആ പണിയില്ലടാ. പെട്ടകം പോയാലും നീ വിശുദ്ധീകരിക്കപ്പെടാതെ നിനക്ക് ഞാൻ നൽകിയിരിക്കുന്ന നന്മകളെ നിലനിർത്തുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പെട്ടകം പോലെ പലതും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താ? നമ്മൾ പറയും, പരിമൽ തിരുമേനി നീ എന്നാ ചെയ്യാത്ത? പരിമൽ തിരുമേനി പറ്റില്ല മോനെ, നീ ആദ്യം. നാം വിശുദ്ധന്മാരുടെ അനുഗ്രഹങ്ങളെ തേടുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയുണ്ട്. ഞാൻ ആ വിശുദ്ധൻ്റെ സന്നിധിയിൽ പറയുവാൻ തക്കവണ്ണം ആ വിശുദ്ധനെ പോലെ വളരുന്നുണ്ടോ? ഉണ്ട് ആദ്യം വേണ്ടത്, യോനയോട് പറയുകയാണ്, ആദ്യം നീ അനുസരണം പഠിച്ചിട്ട് വേണം എങ്ങോട്ട് പോകാൻ? നിനിവാദേശത്തേക്ക് പോകാൻ. നീ അനുദപിച്ചതിന് ശേഷം അടുത്ത യാത്രയ്ക്കായി ദൈവം ഒരുക്കുന്നു. അതുകൊണ്ട് നാം വിശുദ്ധരാകാതെ വിശുദ്ധിയുള്ളതിൻ്റെ ശക്തിയാൽ ജീവിക്കുവാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഞാൻ വിശുദ്ധീകരിക്കപ്പെടാതെയാണോ? ഞാൻ വിശുദ്ധരുടെ സന്നിധിയിൽ വന്ന ആവശ്യങ്ങളെ, നമുക്ക് ഹോളി റിലിക്സ് എന്ന് പറയുന്നുണ്ടല്ലേ, തിരുശേഷിപ്പ്. അതാണ് നമ്മൾ പള്ളികളിലേക്ക് കൊണ്ടുപോകും. പിതാക്കന്മാരുടെ അസ്ഥികൾ സൂക്ഷിച്ചു വെക്കും അല്ലേ? അതിന് നമ്മൾ പറയുന്നതാണ് തിരുശേഷിപ്പ്. എന്താ തിരുശേഷിപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്താ? അവരുടെ പ്രാർത്ഥനയും ഉപവാസവും ജീവിതവും ഒക്കെ ശേഷിപ്പായി നമ്മൾ സ്വീകരിക്കുന്നതാണ് തിരുശേഷിപ്പ്. ശരിയാണ്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തിരുശേഷിപ്പ് ഒരു നിയമപ്പെട്ടകമാണ്. പക്ഷെ അതിൻ്റെ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വിശുദ്ധീകരിക്കും. അതുകൊണ്ട് തിരുശേഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ ദർശനത്തോടെ നമ്മൾ വായിക്കണം. തിരുശേഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ പിതാക്കന്മാർ, വിശുദ്ധന്മാർ ഉപയോഗിച്ച വസ്തുക്കളാകാം, അവരുടെ അസ്ഥികളാകാം, എല്ലാം ശരിയാ. പക്ഷെ അതിൻ്റെയൊക്കെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കണം. അവരുടെ ഉപവാസവും പ്രാർത്ഥനയും ജീവിതവും ശേഷിപ്പായി നമ്മൾ സ്വീകരിക്കുന്നതാണ് തിരുശേഷിപ്പ്. അതുകൊണ്ട് നമ്മളൊക്കെ പോയി ഇങ്ങനെ വണങ്ങി അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ഒരു ചോദ്യം, ഇത് വണങ്ങാനുള്ള വിശുദ്ധി എനിക്ക്, നമ്മുടെ വിചാരം ഇതെല്ലാം എനിക്കുള്ളത്, എല്ലാത്തിലും പിടിച്ച് ഇരിക്കട്ടെ, ഇച്ചിരി അങ്ങനെ കിട്ടില്ല മക്കളെ. തെറ്റെന്ന് ഞാൻ പറയുകയല്ല. ഇവിടെ നിയമപ്പെട്ടകം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇസ്രായേൽ യുദ്ധത്തിനിടയിൽ കൊണ്ടുവച്ചിട്ടും ആര് പ്രവർത്തിച്ചില്ല? ദൈവം മണ്ടനൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വേദഭാഗം വായിച്ചപ്പോഴേ നഥനയേലിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ? പള്ളി പോയല്ലേ? അവിടെ ഒരു കാര്യം യഹോവ പറയുന്നുണ്ട്. യേശുക്രിസ്തു നഥനയേലിനെ കണ്ടപ്പോൾ പറഞ്ഞു, നഥനയേലേ, നീ സാക്ഷാൽ ഇസ്രായേലിനാ. അപ്പോൾ അവൻ ചോദിച്ചു, നീ എന്നെ എവിടെ വെച്ച് അറിയും? അവൻ പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ
കാരണം ഇത്രയും നാളും അവൻ പ്രാർത്ഥിച്ചത് ആരും അറിയാതെ. അവനൊരു സംശയം, ഫിലിപ്പോസിന് പോലും അറിയത്തില്ല ഞാൻ അത്തിയുടെ കീഴിലിരുന്ന ന്യായപ്രമാണം. പക്ഷേ യഹോവയായ യേശുക്രിസ്തു പറയുകയാണ്, നീ അത്തിയുടെ കീഴിലിരുന്ന ന്യായപ്രമാണം പഠിക്കുന്നത് ഞാൻ. അപ്പോൾ അവനാകെ സംശയം, ഇത് ദൈവത്തിനല്ലാതെ ആർക്കും അറിയത്തില്ലായിരുന്നു. അവൻ അത്രമാത്രം രഹസ്യമായിട്ടാണ് ആ പ്രാർത്ഥനാ ജീവിതം അവിടെ നടത്തിയിരുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ മനസ്സുകളെ അറിയുന്നു. അവിടെയാണ് അവൻ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ രാജാവാണ്, നീ ദൈവപുത്രനാണ് എന്ന് നഥനയേൽ പറയുന്നതിൻ്റെ കാരണം എന്താ? അവൻ ആ പ്രകാശത്തെ തിരിച്ചറിഞ്ഞു. മറഞ്ഞിരുന്ന രഹസ്യത്തെ കാണാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ പോയി ഏറിയ കാലമായി പരിമലയിൽ വരുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയും, അച്ഛൻ ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അല്ല മക്കളെ, ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യ. ഇവിടെയാണ് ഇസ്രായേലിനെ പഠിപ്പിക്കുന്നത്, നീ വിശുദ്ധീകരിക്കപ്പെടാതെ പെട്ടകത്തെ കൊണ്ടുവച്ചിട്ട് നിനക്ക് വിജയിക്കാമെന്ന് നീ തീരുമാനിക്കുന്നെങ്കിൽ ദൈവം, നീ ആദ്യം വിശുദ്ധീകരിക്കപ്പെടണം. ഈ വിശുദ്ധിയെക്കുറിച്ചുള്ളൊരു വലിയ അറിവാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പൗരസ്ത്യ പിതാക്കന്മാരെ നമ്മൾ ഓരോ കൂദാശ ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് പറയും, എന്തു ചെയ്യണം? കുമ്പസാരിക്കണം, അല്ലേ? ഇവർ വിവാഹ കൂദാശയ്ക്ക് മുമ്പ് പറയും, വധുവിനോടും മണവാളനോടും മണവാട്ടിയോടും പറയേണ്ടത്, നിങ്ങൾ കുമ്പസാരിക്കണം. നമ്മുടെ വിചാരം, കല്യാണത്തിന് നിൽക്കണമെങ്കിൽ അച്ഛൻ പറഞ്ഞിരിക്കുന്നതിൽ പോയി ഒന്ന് നിന്നേക്കാം, ഒന്ന് കുമ്പസാരിച്ചേക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ശുശ്രൂഷകൾക്ക് മുമ്പ് കുമ്പസാരിക്കണമെന്നാണ്. ഒരു കുഞ്ഞിൻ്റെ മാമോദീസ നടക്കുമ്പോഴും തലതൊടുന്ന ആളും അപ്പനും അമ്മയൊക്കെ എന്തിനാ? നിങ്ങളിൽ ഒരു കുറവുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ കൃപയെ കുഞ്ഞിലേക്ക് കൊടുക്കുമ്പോഴും വിവാഹ ശുശ്രൂഷയിലേക്ക് ഇറക്കുമ്പോഴും അത് തടസ്സമായി നിൽക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ കുറവിനെ ആദ്യം, നമ്മൾ വിചാരിക്കും അച്ഛനൊരു പണിയില്ല, പിതാക്കന്മാർ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അവർ പറയുന്നു. അതൊന്നുമല്ല. ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപ ആ കൂദാശയിലൂടെ ആ ദമ്പതികൾക്ക് ലഭിക്കുവാനും ഈ കുഞ്ഞിന് ലഭിക്കുവാനും ഒരു തടസ്സമായി എൻ്റെ കുറവുകൾ നിൽക്കുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിട്ടായിരിക്കണം ഇവിടെ നിൽക്കേണ്ടത്, ദൈവവും ഭാഗം നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പശ്ചാത്തലം പഠിച്ചിട്ട് വേണം കുമ്പസാരിക്കാൻ. നമ്മളല്ലാതെ അച്ഛൻ വലിയ കുഴപ്പമൊന്നുമില്ല, കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാ, ശരിയാ, കല്യാണം കഴിക്കാനാണെന്ന് അച്ഛനറിയാം, പോയില്ലേലും അറിയാം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ദൈവത്തിന്, എനിക്ക് തോന്നുന്നു ഇത് പലപ്പോഴും ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക. കല്യാണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ കുമ്പസാരവും ദൈവസന്നിധിയിൽ എൻ്റെ കുറവുകളും ഏറ്റുപറഞ്ഞ് അനുദപിച്ചിട്ടാണോ ദൈവസന്നിധിയിൽ വന്ന് ഈ കൂദാശകളെ സ്വീകരിക്കുന്നത്? അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകത്തുള്ളൂ. പണ്ടൊക്കെ അങ്ങനെയല്ലേ, ഇങ്ങനെ ഇപ്പോൾ ഒരുക്കിയൊക്കെ നിർത്തി, ഇപ്പോൾ ഇതൊക്കെ ബ്യൂട്ടി പാർലറിലൊന്നും പോയല്ലോ ആരും ചെയ്താണോ? അവർ വള്ളി വന്ന് നിൽക്കും, കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ പിടിച്ചു നിർത്തും, കല്യാണം കഴിപ്പിക്കും, വിടും, കല്യാണം കഴിഞ്ഞ് പോവും, എല്ലാം നന്നായിട്ട് ജീവിക്കുക. ഇപ്പോൾ എല്ലായിടത്തും ഒരുങ്ങി വന്നതെല്ലാം ഊരി പോവുക, അതാ പ്രശ്നം. അതുകൊണ്ട് കാരണം നമ്മളുടെ കൂദാശകൾക്ക് മുമ്പ് നമുക്കുള്ള ഒരുക്കത്തിൻ്റെ ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെയും പറയുന്നത് ഇതാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നൽകുന്നതിന് നമ്മുടെ കുറവുകൾ തടസ്സമാകരുത്. ഇസ്രായേലിൻ്റെ ചരിത്രം ഈ ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് മുമ്പ് ജീവിച്ച് നമ്മെ വളർത്തിയ നമ്മുടെ പിതാക്കന്മാരുടെ പാതയിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ വേദഭാഗത്ത് പറയുകയാണ്, ഞാൻ മുമ്പേ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു, വിജയത്തിന് വേണ്ടി യഹോവയുടെ പെട്ടകം അന്വേഷിക്കുന്നവരായി നമ്മൾ ആരും തീരരുത്. പെട്ടകം കൊണ്ടുവച്ചിട്ട് വിജയിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ വരുന്നവരല്ല. നിന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് ദൈവസന്നിധിയിൽ അടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം. അത് യഹോവയുടെ ബന്ധം കുറവാണ്. വിശുദ്ധർ ഒരു നിയമപ്പെട്ടകമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ദൈവകൃപ അതിലുണ്ടെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. വിജയത്തിൻ്റെ പിന്നിലെ ഒരു രഹസ്യം, ഇവിടെ വലിയൊരു രഹസ്യമായി എനിക്ക് തോന്നിയ കാര്യം, പെട്ടകം എടുത്തുകൊണ്ട് ആദ്യമൊന്ന് തോറ്റുപോയി ഇസ്രായേൽ. അപ്പോഴാണ് ഈ പെട്ടകം എടുത്തുകൊണ്ട് ആര് വരുന്നത്? ഒഫ്നിയും ഫിനെഹാസും കൂടെ. ആരാ? ഒഫ്നിയും ഫിനെഹാസും കൂടെ പെട്ടകം എടുത്തുകൊണ്ട് എങ്ങോട്ട് വരിക? പാളയമധ്യത്തിൽ യുദ്ധം നടക്കുന്നിടത്ത് കൊണ്ടുവന്നു. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കെടുക്കാൻ പോവാ? ഈ ദൈവം ഇതൊക്കെ നോക്കും. നമ്മളെല്ലാം വിജയിച്ച് കഴിയുമ്പോൾ എന്നാൽ ഇതെൻ്റേതായിരുന്നു എന്ന് പറയാൻ വന്നാൽ ദൈവം അനുവദിക്കില്ല. ഒഫ്നിയും ഫിനെഹാസും വിചാരിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ വഴിയിലാണ് നടക്കുന്നത്,
ഏലി പ്രവാചകന്റെ വഴിയിലൊന്നുമല്ല ഞങ്ങൾ നടക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ വഴിയില്ല. പക്ഷേ സമയമായപ്പോൾ പെട്ടകം എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങളാണ് നിന്നെ വിജയിപ്പിച്ചതെന്ന് പറയാൻ ശ്രമിക്കുക. അവിടെ ദൈവം പറയാണ്, പെട്ടകം പോയാലും നീയാണ് വിജയിപ്പിച്ചതെന്ന് പറയാൻ ഞാൻ അനുവദിക്കില്ല. പെട്ടകത്തെ വിശുദ്ധിയോടുകൂടിയാണ് ഒഫ്നിയും ഫിനഹാസും ഈ പെട്ടകം കൊണ്ടുവന്നതെങ്കിൽ ദൈവം തീർച്ചയായും അവിടെ, പക്ഷേ അവരുടെ വിശുദ്ധിയില്ലായ്മയിലൂടെ പെട്ടകത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുവെക്കുവാൻ ശ്രമിച്ചപ്പോൾ എന്തു നഷ്ടപ്പെട്ടു? പെട്ടകം നഷ്ടപ്പെട്ടു. പെട്ടകം മാത്രമല്ല, ജീവിതത്തിൽ അവർക്ക് എന്നേക്കുമായുള്ള ഒരു വലിയ അനുഭവമാണ് അവർക്ക് നഷ്ടപ്പെട്ടതെന്ന് ഓർക്കുക. അതുകൊണ്ട് പെട്ടകം ഫെലിസ്തർ പിടിച്ചുവെന്നും ആ ഏൽപ്പിച്ച വിശുദ്ധ പെട്ടകത്തെ വിശുദ്ധിയോടവർ കാത്തു സൂക്ഷിക്കാഞ്ഞതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് ഇത് നഷ്ടപ്പെട്ടത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഈ പെട്ടകം എന്താ എന്നുള്ളത്. നമ്മൾ ആർക്ക് ഓഫ് ദ കവനൻ്റ് എന്ന് നമ്മൾ പറയുന്നത്, അതിനകത്ത് നമ്മൾ കാണുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, മന്നയെക്കുറിച്ചാണ് പറയുന്നത്. മന്നായിട്ട് വെച്ച പാത്രം, അതവിടെ നമ്മൾ കാണുന്നത് ജാർ ഓഫ് മന്നയുണ്ട്, ആറോൺസ് റോഡുണ്ട്, അതുപോലെ തന്നെ 10 കമാൻഡ്മെൻറ്റ്സ് എഴുതിയ 2 കൽപ്പലകളുണ്ട്. ഇത് മൂന്നുമാണ് ഈ പെട്ടകത്തിൽ ഉള്ളത്. അത് നമുക്കറിയാം. ഇത് ദൈവത്തിൻ്റെ പ്രസൻസ് ഇസ്രായേൽ അനുഭവിച്ച 3 സന്ദർഭങ്ങളാണ്. മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ അവർക്ക് വിശന്നു. അപ്പോൾ ഏറിയ കാലത്തേക്ക് ദൈവം എന്തു കൊടുത്തു? മന്ന. അതുകൊണ്ടത് ഓർമ്മപ്പെടുത്തലായി അവരുടെ മുമ്പിൽ നിർത്തി. 2, അവരെങ്ങനെ സഞ്ചരിക്കണം, അവരുടെ കോഡ്, ഒരു ലൈഫിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള വലിയൊരു മോറൽ വാല്യൂസ് ഉള്ള കാര്യങ്ങൾ അദ്ദേഹം കൊടുത്തു. അതാണ് എന്ത്? 10 കമാൻഡ്മെൻറ്റ്സ്. വീണ്ടും അവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി. ആരാണ് പൗരോഹിത്യ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്? അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അഹറോന്റെ വടി ദൈവസന്നിധിയിൽ വെച്ചപ്പോൾ അത് പുഷ്പിച്ചു. അവിടെ നിന്നാണ് അഹറോന്റെ പാരമ്പര്യത്തിലാണ് പൗരോഹിത വേഷം വേണ്ടതെന്നുള്ളൊരു ചിത്രം ഉണ്ടായി. ഇത് മൂന്നും ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ദൈവം ഇടപെട്ട വലിയ സന്ദർഭങ്ങളാണ്. ഈ പ്രസൻസ് പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു സാഹചര്യം. അവിടെയാണ് പെട്ടകത്തിൽ മന്നായും ഇട്ട പൊൻപാത്രത്തെയും അഹറോന്റെ തളിർത്തവടിയും ഈ കൽപ്പലകളെ അതിനകത്ത് സൂക്ഷിക്കണമെന്ന് മോശയോട് യഹോവയായി ദൈവം പറഞ്ഞ പെട്ടകമാണ് നമ്മളിപ്പോൾ പറയുന്ന ആർക്ക് ഓഫ് ദ കവനന്റ്. ഈ നിയമപെട്ടകത്തെയാണ് ഇത് നൽകിയത്. ദൈവമാണ് ഇസ്രായേലിൻ്റേത് എന്ന വലിയ ബോധ്യത്തെ കൊടുക്കുക. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, പിടിക്കപ്പെട്ട ഈ പെട്ടകം എങ്ങോട്ട് പോയി? ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ട് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. അവിടെ നിന്ന് വിഗ്രഹത്തിൻ്റെ തലയൊക്കെ മുറിഞ്ഞ് താഴെ വീണു. അവർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ദാഗോന്റെ പ്രതിമകളെ തകർത്ത് കളഞ്ഞു. ഒന്ന് ഓർക്കുക, നിയമപെട്ടകത്തിൻ്റെ ശക്തി ഇവിടെ നഷ്ടപ്പെട്ടോ? നിയമപെട്ടകത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അത് ഫെലിസ്ത്യ ദേശത്ത് ചെന്നപ്പോൾ അതിൻ്റെ ശക്തി കാണിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒറ്റ വാക്ക, എന്താ? വിശുദ്ധി. നമ്മുടെ വിശുദ്ധി കുറയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ഇടയിൽ കുറയുന്നത്. ഇവിടെയാണ് പറയുന്നത്, നിയമപെട്ടകം വിവിധ ദേശത്തേക്ക് അവർ മാറ്റി നോക്കി. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ പ്രവർത്തിച്ചു. എല്ലാവർക്കും പ്രതിസന്ധികളുണ്ടായി, എല്ലാവർക്കും തകർച്ചകളുണ്ടായി. അവർ തീരുമാനിച്ചു, ഇതെങ്ങോട്ട് തിരിച്ചുവിടണം? ഇസ്രായേലിലേക്ക് തിരിച്ചുവിടണം. ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ പെട്ടകത്തെ സംരക്ഷിക്കാൻ. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പെട്ടകത്തെ സഞ്ചരിക്കുവാൻ വേണ്ടി അനുവദിക്കുമ്പോഴാണ് ദൈവം പലപ്പോഴും, കാരണം നാം വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകത്തെ സമീപിക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കും. മറിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാതെ ദൈവത്തിൻ്റെ പെട്ടകത്തെ സമീപിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമുക്ക്, പക്ഷേ ഇസ്രായേൽ, ഈ ഫെലിസ്ത്യർക്കൊന്നും അറിയത്തില്ല ഈ പെട്ടകം എന്താണെന്ന്. അതുകൊണ്ട് ദൈവം അവരെ പഠിപ്പിച്ചു. മക്കളെ, അവരെ ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇസ്രായേലിനെ തോൽപ്പിച്ചത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവം അവരുടെ ഇടയിൽ വസിക്കാഞ്ഞതുകൊണ്ടാണ്. ദൈവം അവരുടെ ഇടയിൽ നിന്ന് മാറി നിന്നതുകൊണ്ടാണ് ഇസ്രായേൽ തോറ്റത്. മറിച്ച് ഇസ്രായേൽ മോശമല്ല, ഞാൻ അവരുടെ ഇടയിൽ നിന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ നമ്മളൊന്ന് വിശ്വസിക്കണം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല.
പലപ്പോഴും നമ്മളുടെ ഇടയിൽ നമുക്കത് പറയാൻ അത്ര ധൈര്യമില്ല. ഉണ്ടോ? നമ്മൾ അടുത്ത സമയത്ത് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് പറയുകയാണ്, എന്താണ് പാപമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറയും ദൈവത്തിൽ നിന്ന് അകലുന്നതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. സത്യത്തിൽ എന്താ പാപം? ദൈവത്തെ ശരിക്കും അറിയാത്തതാണ് പാപം. ദൈവം, ദാവീദ് പ്രവാചകൻ പറയുന്നുണ്ട്, ദൈവം എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നു, അതുകൊണ്ട് എനിക്ക് പലതും ചെയ്യാൻ. ദൈവത്തെ നമ്മൾ, പാപമെന്ന് പറയുന്ന ദൈവത്തെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാ. മറിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ദൈവത്തെ നമ്മൾ അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ബാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ഓർക്കുക, ദൈവത്തെ നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തെ കണ്ടിട്ടാണെങ്കിൽ നമുക്ക് മാറിപ്പോകാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തെ അറിയുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ദാഗോന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഫെലിസ്ത്യർക്കൊന്നും അറിയത്തില്ല, പക്ഷേ ദൈവം അവരെ കാണിച്ചു, ഞാൻ ഇന്നും പ്രവർത്തിക്കുന്നവനാണ്, എൻ്റെ ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. എപ്പോഴെങ്കിലും അത് കുറവായി നമുക്ക് അനുഭവപ്പെടുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കുറവല്ല, അത് നമ്മളുടെ വിശുദ്ധിയുടെ കുറവാണെന്നുള്ള വലിയ ബോധ്യം നമുക്ക് വരണം. അതുകൊണ്ട് ഈ നോമ്പിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഈ ആദ്യ ചോദ്യം ഇതാണ്, എനിക്കെൻ്റെ വിശുദ്ധിയെ ഉയർത്താൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകം മടക്കി കൊടുക്കാനായിട്ട് ആര് തീരുമാനിച്ചു? ഫെലിസ്ത്യർ തീരുമാനിച്ചു. അവരിതാ നോക്കിയപ്പോൾ അസ്തോദിൽ നിന്നും ഗസിൽ നിന്നും ഗത്തിൽ നിന്നും അസ്കോലിൽ നിന്നും എക്രോനിൽ നിന്നൊക്കെ പല ദേശത്ത് ഇവർ കൊണ്ടുവച്ചു. അവരെല്ലാവർക്കും അസുഖം പിടിച്ചവരെല്ലാം ഈ പെട്ടകം തിരിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു പോവുകയാണ്. പെട്ടകം കൊടുത്തു വിട്ടപ്പോൾ അത് ഇസ്രായേൽ ദേശത്തേക്ക് പോയി. അവരെ അതിശയിപ്പിച്ച് അവർ പറയുകയാണ്, ഇതിൽ ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ട്, ദൈവത്തിൻ്റെ കരം ഇതിൽ പ്രവർത്തിക്കുന്നുവെന്ന്. ആരാ അവരെ പഠിപ്പിച്ചത്? നമ്മളെ നിർമ്മിച്ച ദൈവം പറയുന്ന നിന്നിലൂടെ നിന്റെ ദൈവം ഉണ്ടെന്ന് പറയാൻ ഇപ്പോൾ ആരാ പഠിപ്പിച്ചത്? ദൈവത്തിൻ്റെ പെട്ടകത്തിലൂടെ ആ ജനസമൂഹത്തെ ദൈവം പഠിപ്പിച്ചു, ഇസ്രായേലിനെ വഴി നടത്തുന്ന ഒരു ദൈവം. ഞാനും നിങ്ങളും ചെയ്യേണ്ട പ്രവൃത്തി ആരോ ചെയ്യേണ്ടി വന്നു. ഞാനും നിങ്ങളും ചെയ്യേണ്ട, ദൈവം ആരാണെന്ന് പറയേണ്ട പ്രവൃത്തി ചെയ്യേണ്ടി വന്നത് ആർക്കാ? ദൈവത്തിന് തന്നെ ചെയ്യേണ്ടി വന്നു. കാരണം എന്നിട്ടെങ്കിലും ഇസ്രായേൽ ബോധ്യപ്പെടട്ടെ, അവൻ്റെ വിശുദ്ധിയുടെ മാർഗത്തിൽ നടക്കട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുക. നമ്മൾ ഓർക്കുകയാണ്, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നാം ഒരുക്കപ്പെടണം. ഇത് നമ്മൾ മറന്നുപോകരുത്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ ഒരുക്കപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മഹത്വം പോലെയാണ് വിശുദ്ധ കുർബാന, അല്ലേ? ഞാൻ പറഞ്ഞു, വിശുദ്ധന്മാരോരോ നിയമപെട്ടകമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കൊണ്ടുവച്ച പെട്ടകം ഒരു നിയമപെട്ടകമാണ്. വിശുദ്ധ കുർബാന എന്ന രഹസ്യം ഒരു നിയമപെട്ടകമാണ്, അല്ലേ? അത് വിശുദ്ധിയോടുകൂടെ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? വിശുദ്ധിയുടെ അനുഭവങ്ങൾ ലഭിക്കും. വിശുദ്ധ കുർബാന ഒരു നിയമപെട്ടകമാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവമാണ്. ദൈവത്തിൻ്റെ പുത്രൻ, ആ തിരുശരീരക്തങ്ങളുടെ അനുഭവമാണത്. അത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവികതയുടെ ആ ദൈവത്തോട് വീണ്ടും കൂടുതലായി ബന്ധപ്പെടുക. ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ ആ കൃപയുണ്ടല്ലോ, ആ കൃപയെ ചേർത്ത് പിടിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? വിവാഹ ശുശ്രൂഷയിലെ നമുക്ക് ഗലീലായിലെ കാനാവിലെ ഒരു സംഭവം നമുക്കറിയാം. കർത്താവ് അല്ലെങ്കിൽ കടന്നു ചെന്ന ഒരു വിവാഹ ശുശ്രൂഷയാണ് ഏത്? ഗലീലായിലെ കാനാവിൽ. അവിടെ അദ്ദേഹം മേൽത്തരമായൊരു വീഞ്ഞുണ്ടാക്കി വെക്കുന്നുണ്ട്. ഇസ്രായേലിന് അല്ലെങ്കിൽ യഹൂദന്മാരുടെ വിവാഹത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു കുഞ്ഞിൻ്റെ വിവാഹ ദിവസം ഏറ്റവും വീര്യമായ അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള വീഞ്ഞിനെ കൊടുക്കുക. അത് ആ വീട്ടിൽ തീർന്നു പോയ സന്ദർഭത്തിലാണ് നമ്മുടെ മാതാവ് പറയുന്നത് അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്നൊക്കെ. എന്നാൽ ബാക്കി വീഞ്ഞൊക്കെ അവിടെ ഉണ്ട്, ഞാൻ ഒരിക്കൽ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്നെ ഇഷ്ടപ്പെടുത്തിയത്, ആ വിവാഹ ദിവസം ദൈവം ശ്രേഷ്ഠമായൊരു വീഞ്ഞുണ്ടാക്കി വെച്ചു. എന്തിനു വേണ്ടിയാണ് വെച്ചതെന്നറിയാവോ? ഈ വിവാഹ ദിവസം നമ്മളുടെ സ്നേഹത്തിനൊക്കെ നല്ല ആഴമാണ്, അല്ലേ? ഇങ്ങനെ ജീവിക്കണം, ഞാൻ നിന്നെ ഇങ്ങനെ കരുതും, ഞാൻ അങ്ങനെ നോക്കും. ഇതാണ് ആ ശ്രേഷ്ഠമായ വീഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് ആ ശ്രേഷ്ഠമായ വീഞ്ഞ് ഡൈലൂട്ട് ചെയ്യും. അപ്പോഴാണ് നമ്മളങ്ങോട്ട് മിണ്ടാതിരിക്കുന്നതും പിണങ്ങുന്നതും ദേഷ്യപ്പെടും. അപ്പോൾ ദൈവം പറയുകയാണ്, ഈ മേൽത്തരമായ ഒരു വീഞ്ഞിൻ്റെ ബെഞ്ച് മാർക്ക് ഇടണം, അതിലേക്ക് വീണ്ടും എൻ്റെ സാന്നിധ്യത്തിൽ ഉയർന്നു വരണം. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. വിവാഹ ശുശ്രൂഷയിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈ മേൽത്തരമായ വീഞ്ഞ് എന്തിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്?
നിങ്ങൾ വിവാഹ ദിവസം എടുക്കുന്ന ഒരു ഉടമ്പടിയുണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാരോടുള്ള സ്നേഹം, ഭാര്യയുടെ വീട്ടുകാരോടുള്ള സ്നേഹം, അവർ തമ്മിലുള്ള മണവാളനും മണവാട്ടിയും തമ്മിലുള്ള സ്നേഹം ഇല്ലേ? ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഈ ബെഞ്ച് മാർക്കിൽ നിന്ന് താഴോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോൾ പലരും പറയും ഇച്ചിരി ഡൈലൂട്ടായിട്ടൊക്കെ അങ്ങ് ജീവിക്കാം. അവിടെ അവർ പറഞ്ഞു, ഈ വീട്ടിൽ എന്തോ ഇരിപ്പുണ്ട്, മേൽത്തരമായ വീഞ്ഞിന് കുറഞ്ഞ വീഞ്ഞുകൾ ഭരണിയിൽ ഇരിപ്പുണ്ട്, അത് കൊടുത്താൽ പോരെ? അമ്മ പറഞ്ഞു, പോരാ, മേൽത്തരമായ വീഞ്ഞ് തന്നെ കൊടുക്കണം. അവിടെ ഉണ്ടായിരുന്ന വീഞ്ഞിനേക്കാൾ ശ്രേഷ്ഠമായത് കൊടുത്തു. അതുകൊണ്ട് ഒരു വിവാഹത്തിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ബെഞ്ച് മാർക്ക് ഇടണം. കഴിച്ചവരും ഇടണം. പണ്ട് എടുത്ത തീരുമാനത്തിൻ്റെ മാർക്ക് ഇട്ടിട്ട് താഴെ പോയതെല്ലാം തിരിച്ചു പിടിച്ച് മുകളിൽ പോകണം. എങ്കിൽ മാത്രമേ ജീവിതം. അല്ലച്ച ഇപ്പം തന്നെ വലിയ കുഴപ്പമില്ലാതെ പോവുക, ഇനിയും താഴോട്ടും മുകളിലോട്ടും പോകണ്ട. സൂചി വേണ്ടാത്തവർ കുഴപ്പമില്ല, സൂചി വേണ്ടവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഞാൻ ചിലപ്പം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, രാമായണത്തിലെ ഒരു കഥ വായിച്ചുകൊണ്ടിരുന്നു. ആ കഥ എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുത്തി. അത് നിങ്ങൾ അതിൻ്റെ മോറൽ വാല്യൂ മാത്രമേ എടുക്കാവൂ, ബാക്കിയൊന്നും എടുക്കരുത്. അല്ല അച്ഛൻ രാമായണം വായിച്ചു എന്നുള്ളതല്ല. ഈ വായിച്ചതിനകത്ത് എന്നെ ഇഷ്ടപ്പെടുത്തിയത്, ഈ രാമനെന്ന് പറയുന്ന ഒരാൾ, രാവണൻ്റെ സഹോദരനായ ലക്ഷ്മണൻ, കൈകേയി പറയുന്നതനുസരിച്ച് ഭരതന് രാജസിംഹാസനമൊക്കെ കൊടുത്തിട്ട് ഈ അമ്മ ചില ഉപദേശങ്ങളൊക്കെ ലക്ഷ്മണന് കൊടുത്തു. നീ വനവാസത്തിന് 14 വർഷം അങ്ങോട്ട് പോവുക, കുറേ നാളത്തേക്ക് പുറത്തേക്ക് പോകുന്ന സന്ദർഭമാണ്. അങ്ങനെ രാമലക്ഷ്മണന്മാരും സീതയും കൂടി കാനനത്തിലേക്ക് പോകുന്ന സന്ദർഭമാണ്. അങ്ങനെ കാനനത്തിൽ ചെന്നു. അവിടെ വസിക്കുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന രാവണൻ വരുന്നതും ഈ സീതാദേവിയെ എടുത്തുകൊണ്ട് പോകുന്നതും. അതിനകത്തെ ഭാഗങ്ങൾ കേട്ടോ, അല്ല സീതാദേവി എന്ന് അച്ഛൻ പറഞ്ഞു എന്നുള്ളത് എടുക്കണ്ട, സീതയെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ആകാശത്ത് വെച്ച് പുഷ്പക വിമാനമൊക്കെ ഉണ്ടോയെന്നൊന്നും എന്നോട് ചോദിക്കണ്ട, ഇങ്ങനെ പോയി. അതിൻ്റെ അകത്ത് ഒരു മോറൽ വാല്യൂ പറയാൻ വേണ്ടിയാണ്. അവരിങ്ങനെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സീതയുടെ കൈരങ്ങളിൽ കുറേ സ്വർണ്ണമുണ്ട്. ഇന്നാണെങ്കിൽ വലിയ വിലയാണ്. എന്തായാലും ഈ സ്വർണ്ണം ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഈ കഴുത്തിലിട്ട സ്വർണ്ണമുണ്ട്, കൈകളിലെ വളകളുണ്ട്, അരയിൽ അണിഞ്ഞ ആഭരണങ്ങളുണ്ട്, പാദസ്വരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ കുറച്ച് അന്തരീക്ഷത്ത് വെച്ച് നിങ്ങൾ വിചാരിക്കും അത് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നേന്ന് വിചാരിക്കേണ്ട, ഇത് കഥ ആ സംഭവമാണ്. അത് താഴേക്ക് ഇട്ടു സീതാദേവി. ഇട്ട് കഴിഞ്ഞപ്പം അവിടെ 3 വാനരന്മാരുണ്ടായിരുന്നു. അതാണ് ഹനുമാനും സുഗ്രീവനും ഒക്കെ പറയുന്ന, ജാംബവാൻ എന്നൊക്കെ പറയുന്ന ഇവരവിടെ ഇരിക്കുക. അവരുടെ നടുക്കോട്ടാണ് എന്ത് വന്ന് വീണത്? സീതാദേവി പോയി, പക്ഷേ സ്വർണം വന്നു. പക്ഷേ ഈ വാനരന്മാർ വിചാരിച്ച് എന്തുവാടെ സ്വർണം കിട്ടി, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാമൻ അതുവഴി വരുന്നത്. രാമൻ ചോദിച്ചു, ഒരാൾ ഇതുവഴി പോകുന്നത് വല്ലതും കണ്ടോ? അവൻ പറഞ്ഞു, സ്വർണം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇന്ന സ്ഥലത്തോട്ട് ഒരാൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്വർണം എടുത്തു വെച്ചിട്ട് രാമൻ ഈ ഇത്രയും സാധനങ്ങളുമായിട്ട് ലക്ഷ്മണൻ്റെ അടുക്കൽ വന്നു. ലക്ഷ്മണൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ലക്ഷ്മണ, ഇതൊക്കെ നമ്മുടെ സീതാദേവി നിൻ്റെ ജ്യേഷ്ഠ സഹോദരിയുടെ ആണോ? ഇത് കാണിക്കാൻ വന്നു. മാലയെടുത്ത് കാണിച്ചപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഞാനിത് കണ്ടിട്ടില്ല. കയ്യിലെ വള കാണിച്ചപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ ഈ വളയൊന്നും കണ്ടിട്ടില്ല. അരയിലെ ആഭരണങ്ങൾ കാണിച്ചപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ ഇതുവരെയും ഇത്. അപ്പോൾ രാമൻ ആകെ സംശയിച്ചു, ഇത് എന്താടാ, ഇത് ആരുടേതാ? രാമൻ നോക്കിയപ്പോൾ സീതയുടേതാണെന്ന് മനസ്സിലായി. പക്ഷെ ലക്ഷ്മണൻ പറയുകയാണ്, ഇതൊന്നും ഞാൻ ഇതുവരെയും. അവസാനം പാദസ്വരങ്ങൾ കാണിച്ചപ്പോൾ ലക്ഷ്മണൻ പറയുക, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മയുടെ സീതാദേവിയുടെ പാദങ്ങൾ ഇങ്ങനെ നമസ്കരിച്ചപ്പോൾ ഈ പാദസ്വരം ഞാൻ. എന്തെങ്കിലും മനസ്സിലായോ? ആധുനിക ലോകത്തിലെ മനുഷ്യരെങ്ങോട്ടാണ് നോക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ച്. സ്വന്തം ജ്യേഷ്ഠ സഹോദരിയെ ഏത് തുല്യമായിരുന്നു കണ്ടതെന്നാ നിങ്ങൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. അവളുടെ മുഖത്ത് നോക്കിയിട്ടില്ല, അവളുടെ കൈകളിൽ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അരകളിൽ നോക്കിയിട്ടില്ല. അവനാകെ കണ്ടിട്ടുള്ളത് എന്തു മാത്രമേ ഉള്ളൂ? പാദങ്ങൾ മാത്രം. ഒരു ദൈവീ തുല്യം ഞാൻ വന്ദിക്കേണ്ടവളായി മാത്രം കണ്ടു. പുത്തൻ ലോകത്തിന് ഇതൊരു വലിയ പ്രതീക്ഷ നൽകേണ്ടതാ. നമ്മളൊക്കെ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നതെന്ന ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ലക്ഷ്മണൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ. ലക്ഷ്മണൻ തന്നെ അമ്മ ഏൽപ്പിച്ച ആ വലിയ ചിന്തകളിൽ നിന്ന് ഒട്ടും മാറാതെ അത് കാണിച്ച ആ വലിയ ദൗത്യത്തെ നമുക്ക് വിസ്മരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ അവരെങ്ങോട്ട് വന്നു?
ഇസ്രായേലിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് പെട്ടകം പോയി. പെട്ടകം പോയിട്ട് അവിടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ആ പെട്ടകത്തിലുണ്ടായി. ഇസ്രായേലിലെ ജനം ബോധ്യപ്പെട്ടു. എന്ത്? ഇസ്രായേലിലെ ജനത്തിന് ബോധ്യം വരികയാണ്, ദൈവത്തിൻ്റെ പെട്ടകം പ്രവർത്തിക്കാത്തത് ഞങ്ങളുടെ വിശുദ്ധിയുടെ കുറവ് കൊണ്ടാണ്, ഞങ്ങൾ അശുദ്ധരായിരുന്നത് കൊണ്ടാണ്. അവർ ഫെലിസ്ത്യ ദേശത്ത് എന്നപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ ശക്തി അവർ കാണുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ പ്രവൃത്തി നിമിത്തം തങ്ങൾ നശിക്കാതിരിക്കാൻ ദൈവം തൻ്റെ ഉഗ്രകോപത്തെ അടക്കുന്നതായി നമ്മൾ വായിക്കുന്നു. അങ്ങനെ പാളയത്തിൽ കൊണ്ടുവന്ന പെട്ടകം അവരുടെ മനസ്സിൽ യഹോവയെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുക. ഒന്നോർക്കുക, നാം ആകുന്ന പെട്ടകത്തിന് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? ആത്മാവ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, ദൈവത്തിൻ്റെ പ്രസൻസ് ആണത്. ഓർക്കുക, അതിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പല രീതിയിൽ നിയമപെട്ടകത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് നിയമപെട്ടകം വിശുദ്ധന്മാരൊരു നിയമപെട്ടകമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, നാം ഒരു നിയമപെട്ടകമായി മാറണം. ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലൂടെ ലോകം കാണണം. ഇസ്രായേലിലൂടെ അത് കാണാൻ കഴിഞ്ഞില്ല. വിശുദ്ധരെക്കുറിച്ച് ഞാൻ അതാണ് പറഞ്ഞത്. വിജാതിയർ ദൈവത്തിൻ്റെ ശക്തി അറിഞ്ഞ് വിശുദ്ധിയിലേക്ക് വളരാൻ ആ വിശുദ്ധനിലൂടെ സാധ്യം. അതുകൊണ്ട് നിങ്ങൾ നോക്കി, വിജാതിയർക്കൊരു പക്ഷേ പരിമലമാ ഗ്രിഗോറിയോസിനെ മനസ്സിലാക്കുന്ന അവസ്ഥയിൽ നമ്മൾ വളർന്നിട്ടുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം. പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നതിലല്ല, ഫെലിസ്ത്യർ അനുഭവിച്ച ആ ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇസ്രായേൽ മക്കൾ, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾ മരുപ്രയാണ യാത്രക്കിടയിൽ സീനായി പർവ്വതത്തിലേക്ക് മോശ കയറിപ്പോയി. മോശ കയറിപ്പോയിട്ട് അല്ലെങ്കിൽ കൽപ്പലകളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. താഴെ വന്നപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെ ഐഡൽ വർഷിപ്പ്, കാളയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടകമല്ല, ആ നിയമം ഇതെല്ലാം ഉടച്ചു കളഞ്ഞു. കൊടുത്തുവിട്ട കമാൻഡ്മെൻറ്റ്സ് എല്ലാം ദൈവം മോശയെ ഉടച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും മോശ പോയി 40 ദിവസം പർവ്വതത്തിന് മുകളിലിരുന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നിട്ട് ജനത്തോട് പറഞ്ഞു, പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധിയോടുകൂടി നിൽക്കണം. തിരിച്ചിറങ്ങി വന്നപ്പോൾ നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നത് എന്താ? മോശയുടെ തേജസ് ആര് കണ്ടു? ഇസ്രായേൽ മക്കൾ കണ്ടു. ആദ്യം ഈ പെട്ടക അല്ലെങ്കിൽ കൽപ്പനയുമായി ഇറങ്ങി വരുമ്പോൾ മോശയ്ക്ക് തേജസ് ഉണ്ട്. പക്ഷെ ആ തേജസ് ആര് കണ്ടില്ല? ജനം അശുദ്ധമായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ തേജസ് കണ്ടില്ല. ജനം അവരെ വിശുദ്ധീകരിച്ചപ്പോൾ മോശയുടെ മുഖത്തിൻ്റെ തേജസ് ആര് കണ്ടു? ഇസ്രായേൽ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഓർക്കുക, നമ്മൾ ആലയത്തിലൊക്കെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഉണ്ട്. ദൈവത്തിൻ്റെ തേജസ് കാണാത്തതിൻ്റെ കാരണം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാത്ത. ജനം വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രകാശത്തിൻ്റെ തേജസ് ആര് കണ്ടു? ഇസ്രായേൽ കണ്ടു. അതുകൊണ്ട് മോശയുടെ മുഖത്തെ തേജസ് ഇസ്രായേൽ മക്കൾ കാണാനുള്ള കാരണം എന്താ? ആദ്യ പ്രാവശ്യം വന്നപ്പോൾ അവർ കണ്ടില്ല, കാരണം അവർ കാളക്കുട്ടിയെ ആരാധിക്കുക. രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ കണ്ടു, കാരണം അവർ അവരെ വിശുദ്ധീകരിച്ചു. അപ്പോൾ എന്തു കണ്ടു? ദൈവത്തിൻ്റെ തേജസ് മോശയിലുള്ളത്, ആ കൽപ്പനകളിലുള്ളത് ആർക്ക് കാണപ്പെട്ടു? ഇസ്രായേൽ മക്കൾക്ക് കാണപ്പെട്ടു. നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും ആത്മീക ജീവിതവും നമുക്കതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്, നാം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ആരാധനയുടെ മഹത്വം നമ്മൾ അറിയുന്നത്, നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവം നമ്മൾ അറിയുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ആ വലിയൊരു അനുഭവം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്കും എനിക്കും ബോധ്യപ്പെടണമെങ്കിൽ നമ്മളെ വിശുദ്ധീകരിക്കണം. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിൻ്റെ തേജസ് നമുക്ക് ലഭിക്കുവാനാണ് ഈ ആത്മീക അനുഷ്ഠാനങ്ങൾ. മറന്നു പോകരുത്. എന്തിനാണ് പ്രാർത്ഥന? എന്തിനാണ് ഉപവാസം? എന്തിനാണ് ആരാധന എന്ന് ചോദിച്ചാൽ, എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകുന്ന ആ വിശുദ്ധിയുണ്ടല്ലോ, ആ കുറവിനെ തിരിച്ചു പിടിക്കാനാണ് നമ്മൾ ഉപവസിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ആരാധനയിൽ ആനന്ദപൂർവ്വം നിന്ന് ആരാധിക്കുന്നത്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. വേദപുസ്തകത്തിലെ ഒരു സംഭവം ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇസ്രായേൽ അരാമിനോട് യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ എലീഷായുടെ അടുക്കൽ നയമാൻ പ്രവാചകൻ വരുന്നുണ്ട്. നയമാൻ എന്ന് പറയുന്ന ആൾ എത്തുന്നുണ്ട്, പ്രവാചകൻ്റെ അടുക്കൽ വരുന്നുണ്ട്. ഇസ്രായേൽ അരാമിന് മുമ്പിൽ തോറ്റിട്ടാണ്
അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇസ്രായേലിലൊന്നും ഇല്ലെന്നാണ് ഇസ്രായേലിലെ രാജാവിനൊക്കെ ബോധ്യം. പക്ഷേ ഏലീശ പ്രവാചകൻ പറയുകയാണ്, നീ പോയി യോർദാൻ നദിയിൽ കുളിക്കാൻ, അപ്പോൾ നീ സൗഖ്യപ്പെടും. നയമാൻ അവിടെ പോയപ്പോൾ എന്ത് സൗഖ്യമായി? അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ ശക്തി ഇസ്രായേലിലുണ്ട്, ദൈവത്തിൻ്റെ ശക്തി നിയമപെട്ടകത്തിലുണ്ട്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ശക്തി കാണാത്തതിൻ്റെ കാരണം എന്താ? ഈ ഒരു ചിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇവിടെയാണ് നയമാനോട് പറയുന്നത്, നീ പോയി യോർദാൻ നദി മുങ്ങാൻ പറയുമ്പോൾ ഒരു പുതിയ അറിവാണ് നൽകുന്നത്. ഇസ്രായേലിലെ ദൈവത്തിൻ്റെ ശക്തി ഇസ്രായേലിലെല്ലാം ഉണ്ട്. പക്ഷെ നീ വിചാരിക്കും അരാമിനോട് ഇസ്രായേൽ തോറ്റതുകൊണ്ട്, ഇസ്രായേൽ അരാമിനോട് തോറ്റതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി ഇസ്രായേലിൽ ഇല്ല എന്ന് വിചാരിക്കണ്ട. ദൈവത്തിൻ്റെ ശക്തി എവിടെയുണ്ട്? നീ പോയി യോർദാൻ നദി മുങ്ങാൻ പറഞ്ഞത്. യോർദാൻ നദി മുങ്ങിയപ്പോൾ ആര് സുഖപ്പെട്ടു? നയമാൻ സുഖപ്പെട്ടപ്പോൾ ഒരു പുതിയ അറിവ് നമുക്ക് നൽകുകയാണ്. എന്താ അറിവ്? ദൈവത്തിൻ്റെ ശക്തി ഇസ്രായേലിലുണ്ട്. പക്ഷേ ഇസ്രായേലിലെ ജനതയ്ക്ക് ചിലപ്പോഴൊക്കെ ദൈവത്തെ ഉണ്ട്. നമ്മൾ ഇന്നൊരു തിരിച്ചറിയണം, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഞാനാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തും. ഞാനിത് മാത്രമാണ്, ഒറ്റ ഒരു ചിന്തയ്ക്ക് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. എൻ്റെ കുറവുകളാണ് ദൈവത്തിൻ്റെ ആ വലിയ വിശുദ്ധിയെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയാത്തതെങ്കിൽ ആ വിശുദ്ധി ഞാൻ നേടിയെടുക്കുമെന്നുള്ളൊരു ചിത്രത്തിലേക്ക് നമ്മൾ വരണം. ഉണ്ട്. ഇസ്രായേലിനെ എലീശ പഠിപ്പിക്കുകയാണ്, ഞാൻ ദൈവത്തെ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഇസ്രായേലിലെ രാജാവ് ദൈവത്തെ അനുഭവിക്കുന്നില്ല. അവിടെ യോർദാൻ എന്ന് പറഞ്ഞൊരു നദിയുണ്ട്, നീ അവിടെ പോ. ഇസ്രായേലിലെ ദൈവത്തിൻ്റെ ശക്തി ഇന്നും എവിടെയുണ്ട്? ഉണ്ട്. നമ്മൾ ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. നമുക്കത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടാത്തതുകൊണ്ട്. ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി തയ്യാറാകണം. ഉണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവ് അതാണ്. ഇസ്രായേൽ തോറ്റു, പക്ഷേ ഇസ്രായേലിലെ നദിയായ യോർദാനിൽ അതിൻ്റെ ശക്തി നിലനിൽക്കുന്നു എന്നത് മറക്കരുത്. ഇസ്രായേലിൽ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. ദൈവം തൻ്റെ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും തിരഞ്ഞെടുത്ത ദേശമാണ്. ചുരുക്കം ചിലരെ ദൈവം തിരഞ്ഞെടുത്തു. കാരണം നിങ്ങളുടെ വിജയങ്ങൾക്ക് പിന്നിൽ നിങ്ങളുടെ ശക്തി അല്ല, ദൈവത്തിൻ്റെ കരങ്ങളാണ്. അതിനാണ് എലീശായെ അവിടെ നിർത്തിയത്. എലീശായെ കൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ്, ഇസ്രായേലിൻ്റെ ശക്തി ഇതുവരെയും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനും നിങ്ങളും ഒരുപക്ഷെ യോർദാൻ നദിയിലും ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. അവിടെ മുങ്ങിയ നയമാൻ കുഷ്ഠത്തിൽ നിന്ന് വിമുക്തനായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ആ ദേശത്തും അവിടെയുള്ള നദികളിലുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക. നിങ്ങൾക്കറിയാം, നമ്മൾ പലപ്പോഴും ഇനി നോമ്പിൻ്റെ മധ്യത്തിലേക്ക് വരുമ്പോൾ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ഒന്ന് ഉയർത്തി നിർത്തും. എന്താ? ഒരു ഗോകുൽത്ത, അല്ലേ? ഗോകുൽത്തായുടെ മുകളിൽ ഒരു കുരിശ് വെക്കും. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും. എന്നെ പലപ്പോഴും ഈ ഒരു വേദഭാഗം വായിക്കുമ്പോൾ, പഴയ നിയമത്തിലെ ഈ വേദഭാഗം വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ ഇങ്ങനെ മരുപ്രയാണത്തിൽ ദൈവത്തിനെതിരായി പിറുപിറുക്കുന്ന സന്ദർഭത്തിലാണ് അഗ്നിസർപ്പങ്ങൾ വന്ന് ആരെ കടിക്കുന്നത്? ഇസ്രായേൽ മക്കളെ കടിക്കുന്നത്. അപ്പോഴാണ് മോശ എന്തുയർത്തി? ഈ ബ്രോൺസ് സർപ്പൻറ്റിനെ ഉയർത്തി അവിടെ വെച്ചത്. എല്ലാവരോടും പറഞ്ഞു, ഇവിടെ ഒരു ബ്രോൺസ് സർപ്പൻറ്റിനെ ഉയർത്തിയിട്ടുണ്ട്, പിച്ചള സർപ്പം ഉയർത്തിയിട്ടുണ്ട്, എല്ലാവരും നോക്കണം, കടിച്ചവരൊക്കെ നോക്കണം, ഇല്ലേ? അപ്പോൾ എല്ലാവരും നോക്കി. പക്ഷെ എല്ലാവരും എന്തിനെ കണ്ടില്ല? വേദപുസ്തകത്തിൽ അങ്ങനെയില്ല കേട്ടോ. ഞാൻ തെറ്റ് ചെയ്തു എന്ന് അനുതപിച്ചുകൊണ്ട് മോശ പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കിയവർ മാത്രമേ എന്തിനെ കണ്ടുള്ളൂ? എല്ലാവരും നോക്കിയ എല്ലാവരും അപ്പോൾ കടിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതല്ലേ? അനുതപിക്കാതെയും വിശുദ്ധീകരിക്കപ്പെടാതെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ തേടിയ ഇസ്രായേൽ മക്കൾക്ക് എന്ത് ലഭിച്ചില്ല? അവരെല്ലാം നോക്കി. മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ ആര് കണ്ടില്ല? കാരണമെങ്കിൽ അവർ കുറവുകളുണ്ട് എന്ന് സമ്മതിക്കുകയും ദൈവത്തിനെതിരായി പിറുപിറുത്തുവെന്നും മോശക്കെതിരായി പിറുപിറുത്തുവെന്ന് പറഞ്ഞ ജനതയ്ക്ക് മാത്രമേ എന്ത് കാണാൻ കഴിഞ്ഞുള്ളൂ? മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ കാണാൻ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമുക്കാർക്കും അത് കാണാൻ ചിലപ്പോഴൊക്കെ കഴിയുന്നില്ലെങ്കിൽ ഉയർത്തി. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അച്ഛാ ഞങ്ങളെല്ലാം പാളയത്തിൽ ഉയർത്തി വെച്ച ആ കുരിശ് കാണുന്നുണ്ടല്ലോ. ശരിയാ,
പക്ഷെ അതിന് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അതുകൊണ്ടാണ് ഈ 25 ദിവസത്തെ നോമ്പ് കഴിയുമ്പോഴത്തേന് കുറച്ചെങ്കിലും നന്നായിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ കാണട്ടെന്ന് വിചാരിച്ച ആദ്യമേ കൊണ്ട് വെക്കാഞ്ഞത്. കുറച്ച് ദിവസങ്ങളിലൂടെങ്കിലും നോമ്പിലൂടെ ഉപവാസത്തിലൂടെ യാത്ര ചെയ്ത് പാളയമധ്യത്തിൽ ഉയർത്തപ്പെടുന്ന കുരിശിനെ കാണട്ടെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പക്ഷെ അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാക്കുണ്ട്. ഇവിടെ പിതാക്കന്മാർ പറയുകയാണ്, പിച്ചള സർപ്പത്തിന് ഈ പറയുന്ന കടിയേറ്റവർ ഉപവസിച്ചിട്ട് നോക്കിയപ്പോൾ, പ്രാർത്ഥിച്ചിട്ട് നോക്കിയപ്പോൾ സുഖപ്പെട്ടു അല്ലേ? ഇസ്രായേൽ മക്കളിൽ കടികൊണ്ട അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റ പലരും അവർ അനുദപിച്ചുകൊണ്ട് ഈ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ അവരൊക്കെ സൗഖ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പാളയമധ്യത്തിൽ ഉയർത്തപ്പെട്ട ഈ കുരിശിന് ഇത്രയും പേരെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ, വലിയ ദൈവം നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായാൽ പിച്ചള സർപ്പം നമ്മളെ വല്ലതും രക്ഷിക്കുമോ? അതൊരു ഉപമ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ. പിച്ചള സർപ്പം, ഒരു ബ്രോൺസ് സർപ്പന്റിന് ഇത്രയും പേരെ രക്ഷിക്കാൻ കഴിയെങ്കിൽ, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആ കാൽവറിയിൽ മരിക്കുമ്പോൾ ലോകത്തിലെ മുഴുവൻ ജനതയെയും രക്ഷിക്കാൻ അതിന് എത്ര വ്യത്യസ്തമായിട്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് അത്രയും പേരെ രക്ഷിച്ചെങ്കിൽ, കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ എല്ലാവരും രക്ഷിക്കുവാൻ ലോകരക്ഷകനായ ക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് നമ്മളിലേക്കൊന്ന് ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. ഞാൻ 2-3 വാക്കുകളിലായതാണ്. ദൈവത്തിൻ്റെ തേജസ് നിങ്ങൾ കാണാത്തത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തത് കൊണ്ടല്ല. ആണോ? ഞാൻ അനുദപിച്ചപ്പോൾ, ഇസ്രായേൽ മക്കൾ അനുദപിച്ച് മോശയെ നോക്കിയപ്പോൾ മോശയുടെ മുഖത്തിൻ്റെ തേജസ് കണ്ടു. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞു, പാളയമധ്യത്തിൽ ഇത് ഉയർത്തി വെച്ചു. എന്താ? ബ്രോൺസ് സർപ്പൻ്റെ, ഒരു പിച്ചള സർപ്പം. പക്ഷേ എല്ലാവരും കണ്ടില്ല. നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയില്ല. എല്ലാവരും കണ്ടിരുന്നെങ്കിൽ എല്ലാവരും കടിയിൽ നിന്ന് അനേകർ മരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. മരിച്ചവൻ്റെ കാരണം അനുദപിക്കുവാനും ദൈവത്തിനെതിരെ പിറുപിറുത്തുവെന്ന് സമ്മതിക്കാനും തയ്യാറാകാതെ എവിടെ നിന്നു? ദൈവസന്നിധിയിൽ നിന്നപ്പോൾ ദൈവം ഓർക്ക് പ്രവർത്തിച്ചില്ല. ഉണ്ട് നമ്മുടെ ഈ ആരാധനയുടെ ചിത്രം അനുതാപം കൂടാതെ നോക്കിയവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. പിറുപിറുത്തു എന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു കുംഭസാരത്തിലൂടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയാത്തവർക്ക് കണ്ടില്ല. കടിയേറ്റവർ, മോശയ്ക്കും യഹോവയ്ക്കും എതിരായി പിറുപിറുത്തവർ, അവരുടെ ഇടയിൽ നിന്ന് ദൈവം മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. പിച്ചള സർപ്പത്തിന് കടിയേറ്റവരെ, അനുദപിച്ചവരെ സുഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഓർക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിന് ലോകത്തെ മുഴുവനും വിമോചിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ആ വാക്ക് പറഞ്ഞത്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് കടിയേറ്റവരെ രക്ഷിച്ചുവെങ്കിൽ, അവരെ സുഖപ്പെടുത്തിയെങ്കിൽ, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു കാൽവറിയിൽ ഉയർത്തപ്പെടുന്നതോടുകൂടി അത് നമുക്ക് വേണ്ടി മനുഷ്യനാണ് ഇല്ലേ? ഒരു പിച്ചള ആയിരിക്കുന്നാലും അല്ലെങ്കിൽ ആ വസ്തുവിന് മനുഷ്യരെ സുഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ, മനുഷ്യരാശിയുടെ രക്ഷകനായി വന്ന ക്രിസ്തുവിന് എത്ര മഹത്വമുണ്ട് എന്നുള്ളതാണ് പ്രവാചക അല്ലെങ്കിൽ യോഹന്നാൻ എഴുതുന്നത്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുകയാണ്, ദൈവത്തിൻ്റെ നിയമപെട്ടകത്തിൻ്റെ ശക്തി പോകുന്നില്ല. യോർദാൻ നദിയുടെ ശക്തി കുറയുന്നില്ല. ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ ശക്തിയും കുറയുന്നില്ല. മോശയുടെ മുഖത്തെ തേജസ്സും നഷ്ടപ്പെടുന്നില്ല. ആർക്കും നഷ്ടപ്പെട്ടു? ഒന്ന് നോക്കുക. നിയമപെട്ടകത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇസ്രായേലിന് നിയമപെട്ടകത്തിൻ്റെ ശക്തി അറിയാൻ അവർ പ്രാർത്ഥനാപൂർവം ഇരുന്നപ്പോൾ നിയമപെട്ടകത്തിൻ്റെ ശക്തി ഇസ്രായേലിൽ അവർ അനുഭവിച്ചു. യോർദാൻ നദിക്ക് ശക്തിയില്ല എന്ന് ഇസ്രായേൽ മക്കൾക്ക് തോന്നി. കാരണം എലീശ പറഞ്ഞു കാണും, യോർദാൻ നദി നല്ലതാ. ഇസ്രായേൽ മക്കൾ പിന്നെ യോർദാൻ നദി എന്താ? ഇവിടെ ഇതാ ആ ഒരു കുഷ്ഠരോഗിയായ നയമാൻ വന്നപ്പോൾ ഇസ്രായേൽ തോറ്റുകിടക്കി. അപ്പോഴും അവനോട് പറയുകയാണ്, നീ പോയി യോർദാൻ നദിയിൽ മുങ്ങാൻ. അവൻ മുങ്ങിയപ്പോൾ അതിൻ്റെ അർത്ഥം, ഇസ്രായേലെ, നിനക്ക് യോർദാന്റെ മഹത്വം അറിയത്തില്ലെങ്കിൽ ഇതാ അതിൽ മുങ്ങിയ കുഷ്ഠരോഗിയായ നയമാന് ദൈവത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞു. മറക്കരുത്.
ഉണ്ട് യോർദാൻ നദിയുടെ ശക്തി. അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ തത്വത്തിലേക്ക് വരണം. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഒരിക്കലും കുറയുന്നില്ല. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് എത്ര അകലത്തിലേക്ക് വന്നോ ആ അകലമാണ് ദൈവത്തിൻ്റെ കൃപയെ നമ്മളൊക്കെ ഇടയ്ക്ക് പ്രാർത്ഥിക്കത്തില്ല, എൻ്റെ ദൈവം എൻ്റെ കേൾക്കുന്നില്ല. പക്ഷെ ഞാൻ അതിനോട് യോജിക്കില്ല. കേൾക്കാത്തതല്ല ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി കുറയുന്നില്ല, നിയമപെട്ടകത്തിൻ്റെ ശക്തി കുറയുന്നില്ല, യോർദാൻ നദിയുടെ ശക്തി കുറയുന്നില്ല, ഉയർത്തെഴുന്നേറ്റ പിച്ചള സർപ്പത്തിൻ്റെ ശക്തിയും കുറയുന്നില്ല, മോശയുടെ മുഖത്തിൻ്റെ തേജസ്സും കുറയുന്നില്ല. അതുകൊണ്ട് ഓർക്കുക, കാരണം ഒറ്റയേ ഉള്ളൂ, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ഉയരാൻ കഴിയാഞ്ഞതുകൊണ്ട്. ഞാൻ ആ വിശുദ്ധിയിലേക്ക് ഉയർന്നിരുന്നെങ്കിൽ അവിടെ നയമാനെ കാണിക്കേണ്ടി വരികയില്ല. ആ ഫെലിസ്ത്യ ദേശത്ത് എന്നിട്ട് ആ പെട്ടകത്തിന് ശക്തിയുണ്ടെന്ന് ഫെലിസ്ത്യരെ പഠിപ്പിക്കേണ്ടി വരികയില്ല. ദൈവം പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തി മറ്റുള്ളവരിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതിന് കാരണം ഞാൻ എൻ്റെ ദൈവത്തെ ഏറിയ കാലമായി ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആത്മീകനെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഞാൻ അതിൻ്റെ മഹത്വത്തിലേക്ക് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് അനുതാപത്തോട് വിശുദ്ധിയോട് അവൻ്റെ സന്നിധിയിലേക്ക് വന്നവർക്ക് അവൻ്റെ തേജസ്സിനെ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ മധ്യാഹ്ന സമയത്ത് ഈ ദേവാലയ അങ്കണത്തിലിരിക്കുന്ന ഈ സമൂഹത്തോട് എൻ്റെ ചോദ്യം ഇതാണ്: എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ അനുഭവിക്കുന്നില്ലേ? എൻ്റെ ദൈവത്തിൻ്റെ ശക്തിക്ക് കുറവില്ല, നിയമപെട്ടകത്തിന് കുറവില്ല, അതിന് ശക്തി ഇന്നും നിലനിൽക്കുന്നു. നിയമപെട്ടകം പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഫെലിസ്ത്യർക്ക് അതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു. നയമാന് യോർദാന്റെ ശക്തി തിരിച്ചറിഞ്ഞു. അനുതാപത്തോട് നോക്കിയവർക്ക് പിച്ചള സർപ്പത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞു. ആരാധിച്ച കാളക്കുട്ടിയെ മാറ്റി മോശയെ നോക്കിയപ്പോൾ ജനത്തിന് എന്ത് തിരിച്ചറിഞ്ഞു? മോശയുടെ ദൈവത്തിൻ്റെ തേജസ്. അതുകൊണ്ട് മോശയുടെ തേജസ് കൽപ്പലകളിലെ എഴുതപ്പെട്ട ദൈവവചനത്തിൻ്റെതാണ്. നിങ്ങൾ അതുകൂടി മറക്കരുത്. നമ്മൾ എടുത്തിരിക്കുന്ന വേദപുസ്തകമുണ്ടല്ലോ, ആ കൽപ്പലകളിൽ മോശയുടെ മുഖത്തൊരു തേജസ് വന്നില്ലേ? ആ തേജസ് എന്താ? അത് നിങ്ങൾ അറിയണമെങ്കിൽ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നിയമപെട്ടകത്തിലിരുന്ന 3 വസ്തുക്കളിൽ ഉണ്ടെന്ന് ഞാൻ പറയുന്നതാ. മോശ പർവ്വതത്തിൻ്റെ മുകളിൽ വന്നില്ലേ? മോശയുടെ കൈകളിൽ എന്തുണ്ടായിരുന്നു? കൽപ്പല. ആ കൽപ്പലക എന്താ? ദൈവം എഴുതിയ അക്ഷരങ്ങളാ. ദൈവം എഴുതിയ അക്ഷരത്തിൻ്റെ ശക്തി ആരിലൂടെ വന്നു? മോശയിലൂടെ മുഖ തേജസ്സായി വന്നു. നമ്മളൊക്കെ വേദപുസ്തകം എടുത്ത് പിടിക്കുമ്പോൾ നമ്മുടെ മുഖം തേജസ്സിലേക്ക് വരണമെങ്കിൽ ആദ്യം മോശയെ പോലെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിലിരിക്കണം. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവവചനം, നമ്മുടെ വിശുദ്ധ കുർബാന കൈകളിൽ എടുക്കുമ്പോൾ വലിയ പിതാക്കന്മാർ പറയുന്നത് അവരതിൻ്റെ തേജസ്സിനെ ആവോളം അനുഭവിച്ചിരുന്നു എന്നുള്ള. അവരുടെ മുഖത്ത് ആ തേജസ് വരുമായിരുന്നു, അല്ലേ? നമ്മൾ കാലം ചെയ്ത ഗീവർഗീസ് സിദിയൻ ബാബായെ കുറിച്ചൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം വലിയ തേജസ് കൊണ്ട് നിറയും വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ രഹസ്യങ്ങളുടെ വിശുദ്ധി ഈ ശരീരത്തിലൂടെ പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം വിശുദ്ധി ആർക്കുണ്ട്? ആ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്ന് ഓർക്കുക, നമ്മളുടെ തേജസ് നമ്മുടെ പുറത്തേക്ക് വരണമെങ്കിൽ എന്തു വേണം? നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. ആ വിശുദ്ധിയിൽ നിന്ന് മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധിയെ ലോകത്തിന് കാണിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെക്കുറിച്ച് പറയുന്നത് പുരോഹിതനിൽ അതിൻ്റെ തേജസ്സായും പിതാക്കന്മാരിൽ അത് വെളിപ്പെടുന്നുവെങ്കിൽ പെട്ടകത്തിൻ്റെ തേജസ് അതിൽ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വസ്തുക്കളാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ചോദിച്ചേക്കാം, പെട്ടകത്തിന് എന്താണ് ശക്തി? അതിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ആ കൽപ്പനകളാണ് ഇവിടെ ഇരിക്കുന്നത് ഈ നിയമപെട്ടകത്തിൽ. അവിടെ വെച്ചിരിക്കുന്നത് എന്നും ഉപയോഗിച്ചു കൊണ്ടിരുന്ന മണ്ണായിട്ട് വെച്ച പൊൻപാത്രമാണ്, അഹറോന്റെ തളർത്തപടിയാണ്. ഇതിലെല്ലാം എന്തുണ്ട്? ദൈവത്തിൻ്റെ പ്രകാശമുണ്ട്. അതുകൊണ്ടാണ് നിയമപെട്ടകത്തിന് തേജസ് ഉള്ളത്. അതുകൊണ്ട് നിയമപെട്ടകത്തിൻ്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഇതേ ഞാൻ പറയുന്നു. അതുകൊണ്ട് ഒന്ന് ഓർക്കുക, ഇനിയും മുതൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു പരസ്യമായ പ്രാർത്ഥനയുണ്ട്. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയും ആ വിശുദ്ധ കുർബാനയുടെ രഹസ്യം സ്വീകരിക്കുമ്പോൾ നിയമപെട്ടകത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കണമെങ്കിൽ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു.
അതുകൊണ്ട് നമ്മൾ പറയുന്നു, പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏക റൂഹായും നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധിയുടെ രഹസ്യങ്ങൾ സ്വീകരിക്കുന്നു. ആ വിശുദ്ധിയുടെ രഹസ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ചിന്തകൾ ഇവിടെ നിർത്തുകയാണ്. നമ്മളൊന്ന് ചിന്തിക്കുക. ആദ്യം പറഞ്ഞ 2 വാക്യങ്ങൾ, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. അവസാനമായി ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. അത് പൂർത്തീകരിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധി കുറഞ്ഞപ്പോൾ മഹത്വം നമ്മളിൽ നിന്ന് പോയി. നമ്മൾ അനുതാപത്തോടും പശ്ചാത്താപത്തോടും വിശുദ്ധിയെ സ്വീകരിച്ചപ്പോൾ നമുക്കൊരു പുതിയ പ്രാർത്ഥന ചൊല്ലാം, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിച്ച ഇനിയുമുള്ള നോമ്പിലേക്കുള്ള പ്രവേശനത്തിൽ ആ വിശുദ്ധിയോട് യാത്ര ചെയ്ത് ആ ദൈവത്തിൻ്റെ കൃപകളെ ആവോളം വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി പരിമല സെമിനാരിയിലെ എല്ലാ സ്നേഹിതരായ വൈദികരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.